ഓർഡർ അടിയന്തര പ്രമേയം. റൂൾ 50 ഉൽപാദന ചെലവിന്റെ വർധനവും വിലത്തകർച്ചയും മൂലം കേരളത്തിലെ റബ്ബർ കർഷകർ പ്രതിസന്ധി നേരിടുന്നതായി റബ്ബറിന്റെ താങ്ങുവില 300 രൂപയായി ഉയർത്താത്തത് മൂലം കർഷക സമൂഹത്തിൽ ആശങ്ക ഉളവായിട്ടുള്ളതായി പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിനായി സഭാ നടപടികൾ നിർത്തിവെക്കണം എന്ന പ്രമേയം പരിഗണനയ്ക്ക് എടുക്കണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ മോൻസ് ജോസഫ്, സജീവ് ജോസഫ്, പി കെ ബഷീർ, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ, ശ്രീമതി കെ കെ രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി. സർ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷികളിലൊന്നാണ് റബ്ബർ കൃഷി. മലയോര മേഖലകളിൽ നിരവധിയായ പ്രതിസന്ധികളെ തരണം ചെയ്ത് അത്യധ്വാനം നടത്തിയിട്ടാണ് കർഷകർ ഈ കൃഷിയിൽ ഏർപ്പെട്ടതും ഇന്നും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. മറ്റു വിളകളേക്കാൾ ആദായകരമായിരുന്നു എന്നതിനാൽ മലയോര മേഖലയിൽ മാത്രമായിരുന്ന ഈ കൃഷി നമ്മുടെ ഇടനാട്ടിലേക്കും വ്യാപിക്കുന്ന സ്ഥിതിയുണ്ടായി. എന്നുവെച്ചാൽ കൂടുതൽ കർഷകർ ഈ കൃഷിയിലേക്ക് എത്തി എന്നതാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ നാടിൻ്റെ സമ്പദ്ഘടനയെ തന്നെ മുന്നോട്ട് നയിക്കുന്നതിൽ റബ്ബർ കൃഷി പ്രധാനപ്പെട്ട പങ്കുവഹിക്കുകയും ചെയ്തു. എന്നാൽ റബ്ബറിൻ്റെ മേഖലയായി ബന്ധപ്പെട്ട് റബ്ബറിൻ്റെ വിലയിലുണ്ടായ കുറവ് കേന്ദ്ര സർക്കാരുകൾ ഏർപ്പെട്ട അന്താരാഷ്ട്ര കരാറുകളുടെ തിക്തഫലമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ന് റബ്ബർ കർഷകരെ ദുരിതത്തിലാട്ടിയിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതുതന്നെയാണ്. നിരവധിയായ കരാറുകൾ, ഘാട്ട് കരാർ, ആസിയാൻ കരാർ, ലോകവ്യാപാര കരാർ, ഈ കരാറുകളെല്ലാം നമ്മുടെ കർഷകരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഈ പ്രയാസങ്ങൾ ഒട്ടും ചെറുതല്ല. ഈ കാരണങ്ങളാലാണ് 2011-16 UDF ഗവൺമെൻറ് കാലത്ത് തന്നെ റബ്ബർ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി ശ്രീ കെ എം മാണി ധനകാര്യമന്ത്രിയായിരുന്ന മാണി സാർ ഒരു റബ്ബർ പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് സ്കീം എന്ന പദ്ധതി നടപ്പിലാക്കിയത്. റബ്ബറിൻ്റെ വിലത്തകർച്ച കാരണം ദുരിതമനുഭവിക്കുന്ന റബ്ബർ കർഷകരെ സഹായിക്കുന്നതിനായി 2015 മുതൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുമെന്ന പദ്ധതി, ആ പദ്ധതി മുഖാന്തരം റബ്ബറിന് താങ്ങുവില ഉറപ്പുവരുത്താൻ സഹായിക്കുന്ന തരത്തിലേക്ക് എത്തി. 2016 അധികാരത്തിൽ വന്ന ഒന്നാം പിണറായി സർക്കാരും ഇപ്പോൾ ഉള്ള രണ്ടാം പിണറായി സർക്കാരുമെല്ലാം ഈ പദ്ധതി തുടർന്നു കൊണ്ടുപോകുന്നു എന്നുള്ളതും നമ്മൾ പ്രത്യേകമായി കാണേണ്ടതുണ്ട്. റബ്ബർ ബോർഡിൻ്റെ കണക്കുകൾ പ്രകാരം ഏതാണ്ട് 9.5 ലക്ഷത്തോളം റബ്ബർ കർഷകരാണ് സംസ്ഥാനത്ത് ആകെയുള്ളത്. അതിലേതാണ്ട് 6 ലക്ഷത്തോളം 5,59,458 കർഷകർ റബ്ബർ ബോർഡിൻ്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. ഏതൊരു ചെറുകിട നാമമാത്ര കർഷകർക്കും പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് ആനുകൂല്യത്തിന് അർഹനാകുന്നതിന് ഇപ്പോൾ യാതൊരു തടസ്സവുമില്ല. ഇപ്പോൾ ഈ പദ്ധതി 9ാം ഘട്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ റബ്ബർ പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് സ്കീമിൻ്റെ 9ാം ഘട്ടമാണ് ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. ജൂലൈ 2023 മുതൽ ജൂൺ 2024 വരെ. ഈ പദ്ധതിயின் കീഴിൽ പുതുതായി രജിസ്റ്റർ ചെയ്യാൻ കർഷകർക്ക് 3 മാസം കൂടി അവസരവും നൽകിയിട്ടുണ്ട്. ഉൽപാദന ചെലവ് വർദ്ധിച്ച സാഹചര്യം കണക്കിലെടുത്തിട്ടാണ് 2021-22 സാമ്പത്തിക വർഷത്തെ ബജറ്റ് പ്രഖ്യാപന പ്രകാരം കിലോയ്ക്ക് 150 രൂപയുണ്ടായിരുന്ന താങ്ങുവില 2021 ഏപ്രിൽ മാസം 1 മുതൽ കിലോയ്ക്ക് 170 രൂപയായി വർദ്ധിപ്പിച്ചത്. റബ്ബറിൻ്റെ താങ്ങുവില 170 രൂപയിൽ നിന്ന് 250 രൂപയായി ഉയർത്തുന്നതിന് കേന്ദ്ര സർക്കാരിനോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിലും നാളിതുവരെയും അത് കേന്ദ്ര ഗവൺമെൻറ് പരിഗണിച്ചിട്ടേയില്ല. തീരുവയില്ലാതെയുള്ള സ്വാഭാവിക റബ്ബർ ഇറക്കുമതി അവസാനിപ്പിക്കുന്ന നടപടി സ്വീകരിക്കണമെന്നും എല്ലാ തരത്തിലുമുള്ള ഉണക്കരൂപത്തിലുള്ള റബ്ബറിൻ്റെ ഇറക്കുമതി തീരുവ 70% ഉയർത്തണമെന്നും റബ്ബറിനെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് നിരവധി തവണ ആവശ്യപ്പെടുകയുണ്ടായി, നേരിട്ട് കണ്ടും ആവശ്യപ്പെടുകയുണ്ടായി. ഇന്ത്യയിലേക്ക് കപ്പ് റബ്ബർ, ചണ്ടി റബ്ബർ ഇറക്കുമതി ചെയ്യുന്നതിന് നിലവിലുള്ള നിരോധനം തുടരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കേന്ദ്ര കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മന്ത്രിക്കും കത്ത് കൊടുക്കുകയും നേരിട്ട് കാണുകയും എല്ലാം ചെയ്തതാണ്. എല്ലാ തരത്തിലുമുള്ള ഇറക്കുമതിയും കർഷകനെ ദോഷമായി ബാധിക്കുമെന്നുള്ളതിനാൽ സ്വാഭാവിക റബ്ബറിൻ്റെ ഇറക്കുമതിയിലുള്ള നിയന്ത്രണങ്ങൾ തുടരണമെന്നും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിലൊന്നും അനുകൂലമായ ഒരു നിലപാടല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇറക്കുമതി ചെയ്യുന്ന റബ്ബറിൻ്റെ തീരുവയിൽ നിന്ന് ഒരു നിശ്ചിത തുക ഉപയോഗിച്ച് നാഷണൽ റബ്ബർ റിസ്ക് ഫണ്ട് രൂപീകരിച്ച് വിലയിടിവ് പരിഹരിക്കുവാൻ ഒരു വിശദമായ പ്രപ്പോസലും കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. ഇതിലും ഒരു നടപടിയും നാളിതുവരെ സ്വീകരിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഈ അവഗണനയെല്ലാം തുടരുമ്പോഴും കേരളം നടപ്പിലാക്കിയ ഈ RPIS സ്കീമാണ് റബ്ബർ കർഷകരെ ഈ മേഖലയിൽ തുടരുവാൻ പ്രേരിപ്പിക്കുന്നത്. ആ കർഷകരെ സഹായിക്കാൻ ഉപകരിക്കുന്ന തരത്തിലുള്ള നടപടികൾ കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട്
RPIS സ്കീം നടപ്പിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. 170 രൂപ എന്നുള്ളത് മതിയായ ഒരു തുകയാണ് എന്ന് കൃഷി വകുപ്പും ഗവൺമെന്റും കരുതുന്നില്ല. എന്നാൽ നമുക്ക് അത് വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്രത്തിന്റെ സഹായം കൂടിയേ തീരൂ എന്നുള്ള ഒരു യഥാർത്ഥമായ വസ്തുതയും നമ്മുടെ മുമ്പിലുണ്ട്. പ്രയാസങ്ങൾക്കിടയിൽ നിന്നും സാധ്യമാവുന്ന സഹായങ്ങൾ വീണ്ടും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും റബ്ബർ കർഷകർക്ക് നൽകുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നയം. അത് തുടർന്നും ഉണ്ടാവും എന്നുകൂടി അറിയിക്കുന്നു. അക്കാരണങ്ങൾ കൊണ്ട് ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നുകൂടി അറിയിക്കട്ടെ. ശ്രീ മോൻസ് ജോസഫ്. സർ, കേരളത്തിലെ റബ്ബർ കൃഷിക്കാർ നേരിടുന്ന ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് റബ്ബർ കർഷകർക്ക് ന്യായവില ഉറപ്പുവരുത്താൻ റബ്ബറിന്റെ താങ്ങുവില 300 രൂപയായി വർദ്ധിപ്പിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കണമെന്ന ആവശ്യം ഈ അടിയന്തര പ്രമേയത്തിലൂടെ ഉന്നയിക്കുന്നു. സർ, ഇന്ന് റബ്ബർ കർഷകർ നേരിടുന്ന പ്രതിസന്ധിയുടെ രൂക്ഷത ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി അദ്ദേഹം അംഗീകരിച്ചു എന്നുള്ളത് ഒരാശ്വാസമാണ്. പക്ഷേ നടപടികളിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഇന്ന് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രശ്നം സഭയുടെ മുമ്പിൽ ഞങ്ങൾ കൊണ്ടുവരുന്നത്. സർ, അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളാണ് റബ്ബർ കാർഷിക മേഖലയെ തകർക്കുന്നതിന് ഏറ്റവും കൂടുതൽ കാരണമായിട്ടുള്ളത് എന്നതിന് യാതൊരു തർക്കവുമില്ല. ഇവിടെ നമ്മുടെ സംസ്ഥാനത്തിന് മാത്രമല്ല, ഈ കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ലായിട്ടാണ് റബ്ബർ കൃഷി നിൽക്കുന്നത്. 13 ലക്ഷത്തോളം വരുന്ന റബ്ബർ കൃഷിക്കാർ, അതിന്റെ അനുബന്ധമായുള്ള തൊഴിലാളികൾ, ഇതെല്ലാം ജീവിച്ചു പോകുന്ന ഒരു വലിയ മേഖല. ഇന്ന് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യത്തിൽ റബ്ബർ കാർഷിക മേഖലയുടെ തകർച്ചയും ഒരു മുഖ്യ കാരണമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. സാർ, ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് എടുത്തിരിക്കുന്ന സമീപനങ്ങൾ ഇപ്പോൾ ലോക വ്യാപാര കരാറിൽ അംഗമായതിനെ തുടർന്ന് സ്വാഭാവിക റബ്ബറിന്റെ ഇറക്കുമതി അനിയന്ത്രിതമായി നടത്താൻ കഴിയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടാണ് റബ്ബർ കാർഷിക മേഖലയ്ക്ക് ഏറ്റവും വലിയ തകർച്ചയ്ക്കിടയാക്കിയിട്ടുള്ളത്. ഈ ഇറക്കുമതി നയം എല്ലാ കാലഘട്ടത്തിലും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുമ്പോൾ കേരളത്തിന്റെ റബ്ബർ കാർഷിക മേഖല തകർച്ചയിലേക്ക് പോകും. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിന്റെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാർഷികോൽപ്പന്നം എന്ന നിലയിൽ റബ്ബർ ഉൾപ്പെടെയുള്ള ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ട് 2006 കാർഷിക പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച് അദ്ദേഹം അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്തത് ഉൽപാദന ചെലവിന്റെ അടിസ്ഥാനത്തിലും കൃഷിക്കാരുടെ ജീവിത ചെലവുമായി ബന്ധപ്പെടുത്തിയും 300 രൂപ റബ്ബറിന് അടിസ്ഥാന വിലയായി നിശ്ചയിക്കണം എന്ന് 2006 തന്നെ ശുപാർശ ചെയ്തിട്ടുള്ളത് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. സാർ, എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റ് നിഷേധാത്മകമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഏറ്റവും കൂടുതൽ പ്രതിഷേധാർഹമായ കാര്യം തന്നെയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട് തിരുത്താൻ വേണ്ടി നമ്മൾ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിലൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാന ഗവൺമെന്റിന് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് ഇന്ന് കേരളത്തിന്റെ കാർഷിക മേഖല നിൽക്കുന്നത്. സാർ, ഇവിടെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ നേതൃത്വം നൽകിയ UDF ഗവൺമെന്റിന്റെ സമയത്ത് സംയോജിതമായ ഒരു ഇടപെടൽ നടത്തി കൃഷിക്കാരെ സഹായിക്കാൻ മുന്നോട്ട് വന്നത് പ്രത്യേകം ഇവിടെ പ്രസ്താവ്യമാണ്. സാർ, ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി, കൃഷി വകുപ്പ് മന്ത്രി ചൂണ്ടിക്കാണിച്ചപ്പോൾ അങ്ങ് പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നമ്മൾ നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്, കേന്ദ്ര ഗവൺമെന്റ് ആവശ്യമായ സഹായം ചെയ്യുന്നില്ല. ശരിയാണ്, കേന്ദ്ര ഗവൺമെന്റ് സഹായിക്കുന്നതിന് വേണ്ടിയുള്ള നിവേദനം സമർപ്പിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകുന്നതല്ലാതെ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകുകയാണെങ്കിൽ കൃഷിക്കാർക്ക് അത് ഏറ്റവും വലിയ ആശ്വാസമായി മാറും എന്നുള്ളതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ മാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്യുന്നതാണ് റബ്ബറിന് താങ്ങുവില ആര് നൽകും, പഴിചാരി കേന്ദ്രവും സംസ്ഥാനവും. എല്ലാ മാധ്യമങ്ങളുടെയും പൊതു റിപ്പോർട്ടിങ്ങിന്റെ കാരണം എന്താണ്? കേന്ദ്രത്തെ നമ്മളിവിടെ അവർ ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നു, സംസ്ഥാന ഗവൺമെന്റ് ചെയ്യാൻ തയ്യാറാവുന്നുമില്ല എന്ന അവസ്ഥയാണ്. ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഉമ്മൻചാണ്ടി സാറിന്റെ സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി നേതൃത്വം നൽകിയ UDF ഗവൺമെന്റിൽ ധനകാര്യമന്ത്രിയായിരുന്ന KM മാണി സാറ്, അതുപോലെ തന്നെ മന്ത്രിമാരായിരുന്ന UDFന്റെ നേതാക്കന്മാർ ശ്രീ PJ ജോസഫ് സാറ്, രമേശ് ചെന്നിത്തല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, നേതാക്കളുടെ ഈ സഭയിൽ തന്നെയുള്ള നിരവധി പേരുണ്ട്. UDF ഗവൺമെന്റ് എടുത്ത ഏറ്റവും സുപ്രധാനമായ തീരുമാനമാണ് കേന്ദ്രം സഹായിക്കാൻ വേണ്ടി കാത്തു നിൽക്കാതെ റബ്ബറിന്റെ വിലയിടി മൂലം അന്ന് 60 രൂപ 70 രൂപ വിലയിലേക്ക് താന്നുപോയി. കൃഷിക്കാരെ സഹായിക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് തന്നെ നഷ്ടം സഹിച്ച് കൃഷിക്കാർക്ക് വേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ റബ്ബർ വിലസ്ഥിരതാ ഫണ്ട് 150 രൂപ കൊടുക്കുക എന്ന തീരുമാനം ഇവിടെ എടുത്തു. ആ 150 രൂപ കൊടുക്കാനുള്ള തീരുമാനം എടുത്തപ്പോൾ കേന്ദ്രം തരട്ടെ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുകയല്ല ചെയ്തത്. കേരളത്തിലെ കൃഷിക്കാരെ സഹായിക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് വന്ന് സംസ്ഥാന ഗവൺമെന്റും കൃഷി വകുപ്പും ചേർന്നുകൊണ്ട് കൃഷിക്കാർക്ക് വേണ്ടി ആ പദ്ധതി തുടക്കം കുറിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സാർ, ഈ പദ്ധതിയുടെ തുടർച്ച എന്ന നിലയിൽ
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ LDF ജനങ്ങൾക്ക് കൊടുത്ത മറ്റൊരു വാഗ്ദാനമുണ്ട്. ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വന്നാൽ റബ്ബറിന്റെ വിലസ്ഥിരതാ ഫണ്ട് 250 രൂപയായി വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് LDF മുന്നോട്ട് വെച്ച വാഗ്ദാനം. ജനങ്ങൾ സ്വാഭാവികമായി വോട്ട് ചെയ്തിട്ടുണ്ടാവും. ജനങ്ങൾ LDFനെ അധികാരത്തിൽ കൊണ്ടുവന്നു. സാർ ഇപ്പോൾ 7 വർഷം പിന്നിട്ട് 7.5 വർഷം 8ാമത്തെ വർഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഈ 250 രൂപ LDF വാഗ്ദാനം നൽകിയ 250 രൂപയെങ്കിലും കൊടുക്കാനുള്ളൊരു മനസ്സ് ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങൾ മുഖ്യമായിട്ട് ഉന്നയിക്കുന്നത്. സാർ, ഇത് കൊടുക്കാൻ സ്വാഭാവികമായും ഞങ്ങളുടെ സമ്മർദ്ദം പോട്ടെ. കൃഷിക്കാർ ഉന്നയിക്കുന്ന ന്യായമായ ആവശ്യം 300 രൂപയാണ്. ആ 300 രൂപ ഒറ്റയടിക്ക് സംസ്ഥാന ഗവൺമെന്റ് തരണമെന്ന് പറയുന്നില്ല. 250 LDF വാഗ്ദാനം ചെയ്ത 250 രൂപ കേരളത്തിൽ LDF ഗവൺമെന്റ് കൊടുക്കാൻ തയ്യാറായാൽ കേന്ദ്രത്തോട് നമുക്ക് പറയാം, യോജിച്ച് കേരള നിയമസഭ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ആവശ്യപ്പെടാം. കേരളത്തിൽ 250 കൊടുത്തു, നിങ്ങൾ ബാക്കി തരണം. നമുക്ക് 300-ന് വേണ്ടിയോ അല്ലെങ്കിൽ 350-ന് വേണ്ടിയോ കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന ഒരു ന്യായമുണ്ട്. നമ്മളൊന്നും ചെയ്യാതിരുന്നതിന് ശേഷം ഇപ്പോൾ ഇവിടെ കേന്ദ്രം തരട്ടെ എന്ന് പറയുന്നത് മാത്രം ശരിയാണോ? ഇതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. സാർ, അതുകൊണ്ട് 250 രൂപ LDF വാഗ്ദാനം നൽകിയത് കൊടുക്കാൻ ആദ്യം തയ്യാറാകുക. 300 രൂപ എന്ന അടിസ്ഥാന വില സംസ്ഥാന ഗവൺമെന്റ് കൂടി അംഗീകരിക്കുക. ഈ ഒരു ആവശ്യമാണ് മുഖ്യമായും ഞങ്ങൾ ഉന്നയിക്കുന്നത്. സാർ, ഇവിടെ ഏറ്റവും സങ്കടകരമായ കാര്യം സാർ, ഈ ഉള്ള കാശ് പോലും ഇപ്പൊ കൊടുക്കുന്നില്ലെന്നുള്ളതാണ്. ഇപ്പം ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് പറഞ്ഞു. അങ്ങയുടെ മറുപടി ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിയമസഭയിൽ ഞങ്ങളുടെ ചോദ്യത്തിന് വിവിധ MLA-മാരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി അങ്ങ് പ്രധാനപ്പെട്ട ഒരു ഉത്തരം നൽകിയിട്ടുണ്ട്. അതിൽ അങ്ങ് പറയുന്നുണ്ട്, ഇവിടെ നമ്മുടെ നിലവിൽ ഇവിടെ കൊടുത്തിട്ടുള്ള പണത്തിന്റെ വിശദാംശങ്ങളാണ് അങ്ങ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അത് പ്രകാരം 2015-16 കാലത്ത് അപ്പൊ നമുക്ക് എല്ലാ വർഷം കഴിഞ്ഞ വർഷം ബഹുമാന്യനായ ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ 500 കോടി രൂപ പ്രഖ്യാപിച്ചു. അല്ല, ആദ്യം 500 കോടി രൂപ രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ 1ാമത്തെ ബഡ്ജറ്റിൽ 500 കോടി പ്രഖ്യാപിച്ചു. കഴിഞ്ഞ വർഷം അദ്ദേഹം കൈയിടിക്ക് വേണ്ടി ഒരു 100 കോടി കൂട്ടി പ്രഖ്യാപിച്ചു. 600 കോടി. 600 കോടി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്ത് കൃഷിക്കാരന് 600 കോടി കൈ കിട്ടിയില്ലെന്ന് ഓർത്തു. സാർ, കൊടുത്തത് എത്രയാണ്? 2021-22 കൊടുത്തത് 20 കോടി രൂപ. 20 കോടി രൂപ. 22-23 കൊടുത്തത് 33 കോടി രൂപ. അപ്പൊ ഈ 500 കോടിയും 600 കോടിയും ശുദ്ധ തട്ടിപ്പായിരുന്നു എന്നുള്ളത് വ്യക്തമാവുകയാണ് സാർ. ഇവിടെ വ്യക്തമായിട്ട് പുറത്തു വരുമല്ലേ? ഈ 2 കൊടുത്തു, ഇത് കൊടുത്ത് ഇതിങ്ങനെ ആയിപ്പോയെന്താണ്? എന്നാൽ UDF ഗവൺമെന്റ് സമയത്ത് ആദ്യം 2015-16 270 കോടി രൂപ ഒറ്റ പ്രാവശ്യം 270 കോടി രൂപ പദ്ധതി തുടങ്ങിയ സമയത്ത് തന്നെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം ഈ പദ്ധതി എങ്ങനെ പൊളിഞ്ഞു പോയത്? ഇത് സംസ്ഥാന ഗവൺമെന്റ് തന്നെ മനഃപൂർവ്വമായി പൊളിക്കുകയാണോ എന്ന് റബ്ബർ കർഷകൻ ഇന്ന് സംശയിക്കുന്ന സാഹചര്യമുണ്ട്. അതിന് കാരണമുണ്ട്. ഈ നമ്മുടെ ഈ സ്കീമിലേക്ക് ബില്ല് അപ്ലോഡ് ചെയ്യണമെങ്കിൽ സൈറ്റ് ഓപ്പൺ ആണ്. സാർ, ഇവിടെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ഞങ്ങൾ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ചതാണ്. ഇതിന്റെ വെബ്സൈറ്റ് ഓഫാണ്, വെബ്സൈറ്റ് ഓൺ അല്ല. ഇത് ചൂണ്ടിക്കാണിച്ചപ്പോൾ കൃഷിമന്ത്രി പറഞ്ഞു എത്രയും പെട്ടെന്ന് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യും, എത്രയും പെട്ടെന്ന് കൃഷിക്കാർക്ക് ബില്ല് അപ്ലോഡ് ചെയ്യാം, സാഹചര്യം ഉണ്ടാക്കും, രജിസ്ട്രേഷന്റെ തീയതി നീട്ടും, ഇതൊക്കെ പറഞ്ഞു. ഒന്നും നടന്നില്ല സാർ, ഒന്നും നടന്നില്ല. ഇന്നലെ രാത്രി ഏതായാലും ഈ വെബ്സൈറ്റ് ഓൺ ആയിട്ടുണ്ട്. അത് ഇന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് വരുന്നു എന്ന് വന്നതുകൊണ്ടാണോ എന്നറിയില്ല. ഇന്നലെ വെബ്സൈറ്റ് ഓണായി. ഇനിയിപ്പോ ആർക്കും ഇതിനകത്ത് സൈറ്റ് ബില്ല് അപ്ലോഡ് ചെയ്യേണ്ട കാര്യം ഒരു കാര്യം അങ്ങ് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. വളരെ നാമമാത്രമായ ബില്ല് മാത്രമാണ് റബ്ബർ കൃഷിക്കാർക്ക് ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഭൂരിപക്ഷം വരുന്ന കൃഷിക്കാർക്കും ബില്ല് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട കാര്യങ്ങളാണ്. അത് ചെയ്യാൻ തയ്യാറാകാതെ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് കൃഷിക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യം അവർക്ക് ലഭിക്കാതെ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം നിലനിൽക്കുകയാണ്. സാർ, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പരമാവധി റബ്ബർ കർഷകർക്ക് ഗുണം കിട്ടുന്ന വിധത്തിലേക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാക്കാൻ കഴിയുന്ന വിധത്തിൽ റബ്ബർ ബോർഡുമായി സംസ്ഥാന ഗവൺമെന്റ് അടിയന്തരമായി അവരെ ചർച്ചയ്ക്ക് വിളിക്കണം. റബ്ബർ ബോർഡുമായി ഈ പ്രശ്നങ്ങളെ കുറിച്ച് പരിശോധിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകണം. സാർ, ഇന്നത്തെ അവസ്ഥ റബ്ബർ ബോർഡ് ഒരു നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണ്. റബ്ബർ ബോർഡായിരുന്നു കൃഷിക്കാരന്റെ ആശ്രയം. അത് അടച്ചുപൂട്ടൽ ഭീഷണി നിൽക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് റബ്ബർ ബോർഡ് അടച്ചുപൂട്ടിക്കോട്ടെ എന്ന മട്ടിൽ നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയുടെ മറ്റൊരു മറുപടിയിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ചോദ്യത്തിന് റബ്ബർ വിലത്തകർച്ച മൂലം കൃഷിക്കാർ റബ്ബർ കൃഷി ഉപേക്ഷിക്കുന്നുണ്ടോ, റബ്ബർ വെട്ടിമാറ്റുന്നുണ്ടോ? ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി സത്യസന്ധമായ മറുപടി നൽകിയിട്ടുണ്ട്. ഇവിടെ റബ്ബർ കൃഷി നിർത്തലായിക്കൊണ്ടിരിക്കുന്നു, റബ്ബർ വെട്ടിമാറ്റിക്കൊണ്ടിരിക്കുന്നു. റബ്ബർ വെട്ടിമാറ്റിയിരിക്കുന്ന കൃഷിക്കാർ 1035 ഹെക്ടർ സ്ഥലത്തെ റബ്ബർ വെട്ടിമാറ്റിയതായി ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി തന്നെ കണക്ക് പ്രകാരം മറുപടി തന്നിരിക്കുകയാണ്. സാർ, അതുകൊണ്ട് റബ്ബർ കർഷകൻ ഇവിടെ ഇത് കൃഷി നഷ്ടത്തിലായിരിക്കുന്ന സാഹചര്യത്തിൽ റബ്ബർ വെട്ടിമാറ്റുന്നു, റബ്ബർ കൃഷി വേണ്ടെന്ന് വെക്കുന്ന സാഹചര്യത്തിൽ റബ്ബർ ബോർഡ് ചെയ്യുന്ന പരിപാടി കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ലായ റബ്ബർ ഇവിടെ നിന്ന് പറിച്ചുമാറ്റി വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി, റബ്ബർ വെച്ചുപിടിപ്പിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് എല്ലാവിധ സഹായവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാർ, ഇവിടെ സബ്സിഡിയുടെ കാര്യത്തിൽ പോലും
അന്യായമായ നടപടിയാണ്. കേരളത്തിൽ റബ്ബർ കൃഷി ചെയ്യുകയാണെങ്കിൽ, റീപ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ റബ്ബർ ബോർഡ് കൊടുക്കുന്ന ആനുകൂല്യം 25,000 രൂപയാണ്. എന്നാൽ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ റീപ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ സബ്സിഡി 1.5 ലക്ഷം രൂപയാണ്. സാർ, എന്തൊരു വിവേചനമാണ് സാർ! സംസ്ഥാന ഗവൺമെന്റ് ഇതുവരെ ഇടപെട്ടിട്ടുണ്ടോ? റബ്ബർ കർഷകന് ഇതുപോലെ കേരളത്തിലെ കൃഷിക്കാരന് കിട്ടേണ്ട ഈ ആനുകൂല്യം നിഷേധിക്കപ്പെട്ടിട്ട് വർഷങ്ങളാകുകയാണ്. ഇതുവരെ സംസ്ഥാന ഗവൺമെന്റോ കൃഷി വകുപ്പോ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. ഇടപെട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഒരു ഗുണവും കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ റബ്ബർ കൃഷിക്കാരന് കൂടി ഈ 1.5 ലക്ഷം രൂപയുടെ നമ്മുടെ രണ്ടാമത് റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആനുകൂല്യം ലഭ്യമാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഇടപെടൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നുകൂടി ആവശ്യപ്പെടുകയാണ്. സാർ, ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ മുഴുവൻ നിഷേധിച്ച് റബ്ബർ കാർഷിക മേഖലയെ പരിപൂർണമായും തകർക്കാൻ കേന്ദ്ര ഗവൺമെന്റ് എല്ലാ നടപടികളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റെങ്കിലും സാർ ആശ്വാസമായിട്ട് വരണ്ടേ? ചുരുക്കുകയാണ് സാർ. സംസ്ഥാന ഗവൺമെന്റും അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് റബ്ബർ കർഷകരുടെ പ്രതിഷേധം. ഈ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് റബ്ബർ കർഷകർ കോട്ടയത്ത് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന റബ്ബർ കർഷക ലോങ് മാർച്ചും വലിയ പ്രതിഷേധ സമ്മേളനങ്ങൾ നടത്തിയപ്പോൾ കൃഷിക്കാർ ചൂണ്ടിക്കാണിച്ചു, റബ്ബർ കർഷകർക്ക് വേണ്ടി ഈ 300 രൂപയാക്കുക എന്ന വിഷയം ഗവൺമെന്റിന്റെ മുമ്പിൽ കൊണ്ടുവരണം, ഇതിനുവേണ്ടി ശക്തമായ നിലപാടെടുക്കണം എന്ന റബ്ബർ കർഷകരുടെ പൊതുവികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ വിഷയം ഞങ്ങൾ അടിയന്തര പ്രമേയമായി കൊണ്ടുവരുന്നത്. സാർ, കേരളത്തിന്റെ സമ്പദ്ഘടനയെ സംരക്ഷിക്കാൻ വേണ്ടി, റബ്ബർ കൃഷി നാളുകളിൽ നിലനിൽക്കാൻ വേണ്ടി റബ്ബറിന് 300 രൂപ അടിസ്ഥാന വില കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ നടപടികൾ ഉണ്ടാകുന്നതിനും മറ്റാനുകൂല്യങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്നതിനും വേണ്ടി റബ്ബർ കർഷകരോട് സംസ്ഥാന ഗവൺമെന്റിന് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഈ പ്രശ്നം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ ശക്തമായി ഈ അടിയന്തര പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, റബ്ബർ കർഷകരുടെ വികാരങ്ങൾ അദ്ദേഹം ഈ സഭയിൽ ഉന്നയിച്ചതിനോട് വളരെ അനുകൂലമായ നിലപാട് തന്നെയാണ് സർക്കാരിനുള്ളത്. റബ്ബർ കർഷകരുടെ കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരും അനുകൂലമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിവിടെ, കേന്ദ്ര നയങ്ങളാണ് ഈ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്നുള്ളത് ശ്രീ മോൻസ് ജോസഫ് നിരവധി തവണ ആവർത്തിച്ച് പറയുകയുണ്ടായി. ആ കേന്ദ്ര നയങ്ങൾക്കെതിരായിട്ട് തന്നെയാണ് നമ്മൾ ശക്തമായ സമരരംഗത്തേക്ക് വരേണ്ടത്. ആ കാര്യത്തിൽ നമ്മളുടെ ആരും രണ്ട് ചേരിയായി നിന്ന് അഭിപ്രായങ്ങൾ പറയുകയല്ല വേണ്ടത്. കേന്ദ്രം കാണിക്കുന്ന ഈ അവഗണനയ്ക്കും അനീതിക്കുമെതിരായി ശക്തമായ സമരത്തിൻ്റെ പാതയിലേക്ക് കേരളം ഒറ്റക്കെട്ടായി മാറുകയാണ് ചെയ്യേണ്ടുന്നത്. ദൗർഭാഗ്യവശാൽ ഇന്നലെ ആദരണീയനായ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാർ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത്തരം ഒരു പരിപാടിക്ക് ഞങ്ങൾ ഇപ്പോൾ വരില്ല എന്ന് ഒരു കാര്യം പറയുകയുണ്ടായി. സ്വാഭാവികമായിട്ട് രാഷ്ട്രീയമായിരിക്കാതെ. പക്ഷേ റബ്ബർ കർഷകരെ സഹായിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നമെങ്കിൽ നമ്മൾ ഇതിനകത്തെ മുഖ്യപ്രതിയെ കാണാതെ പോകരുത്. അത് കേന്ദ്രം തന്നെയാണ് ആ മുഖ്യപ്രതി എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ നിരവധിയായ കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ ഉന്നയിക്കുകയുണ്ടായി. നിരവധി നിവേദനങ്ങൾ കൊടുത്തു. നിരവധിയായ തവണ ഇവരെല്ലാം കണ്ട് ആവശ്യപ്പെട്ടു. നിർമ്മലാ സീതാരാമൻ എന്ന കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയെ കണ്ടൊരു അനുഭവം ഈ സഭയൊന്ന് അറിയേണ്ടത് അത്യാവശ്യമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ കാർഷിക മേഖലയിലെ വിലയിടിവ് പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ഇവിടെ ഒരു അടിയന്തര പ്രമേയത്തിൻ്റെ ചർച്ചയ്ക്ക് ശേഷം ആദരണീയനായ പ്രതിപക്ഷ നേതാവ് ഉടൻ അന്നൊരു കാര്യം പറഞ്ഞു, കേന്ദ്രത്തിനോടും സംസ്ഥാനത്തോടും ഇന്ന വിലയ്ക്ക് ടയർ കമ്പനികളോട് ഇത്ര രൂപ നൽകി, കൂടുതൽ വില നൽകി ഇതെല്ലാം ഏറ്റെടുക്കണം എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനോ സംസ്ഥാന ഗവൺമെൻറ്റിനോ റബ്ബർ കമ്പനികളെ നിർബന്ധിക്കാൻ കഴിയുമോ എന്ന് അങ്ങ് ചോദിക്കുകയുണ്ടായി. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ഞാൻ ഉൾപ്പെടെ ചെന്ന സംഘത്തിനോട് അന്ന് പറഞ്ഞത്, നിങ്ങൾ ടയർ കമ്പനിക്കാരെ എല്ലാം വിളിച്ചിരുത്തണം, ആ ടയർ കമ്പനിക്കാരോട് കേരളത്തിലെ റബ്ബർ കൂടിയ വിലയ്ക്ക് വാങ്ങിക്കാൻ പറയണം എന്നാണ്. നടക്കാത്ത ഇത്തരം കാര്യങ്ങളാണ് അവർ നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. റബ്ബറിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികളുടെ ഒരു കൺസോർഷ്യം ഉണ്ടാക്കുകയും അവരെ വിളിച്ചു കൂട്ടുകയും അവരോട് ഉയർന്ന നിരക്കിൽ കേരളത്തിലെ റബ്ബർ കർഷകരുടെ റബ്ബർ വാങ്ങിക്കണമെന്നും സംസ്ഥാന ഗവൺമെൻറ് നിർബന്ധിക്കണം എന്നാണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി എന്നോട് നേരിട്ട് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, വീണ്ടും പറയുമ്പോൾ പറഞ്ഞു, വെളിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്നതിനകത്തൊരു കുറവ് വരുത്തിയാൽ അല്ലെങ്കിൽ ഇറക്കുമതിക്ക് ചുങ്കം കൂട്ടിയാൽ ഈ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാവുകയില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിർമ്മലാ സീതാരാമൻ പറയുന്നത്, അത് ഞങ്ങളുടെ കാലത്ത് കൊണ്ടുവന്ന കരാറൊന്നുമല്ല, അത് കോൺഗ്രസിൻ്റെ കാലത്ത് കൊണ്ടുവന്ന കരാറാണ് എന്നെല്ലാം പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും, നിങ്ങൾ കൺസോർഷ്യം ഉണ്ടാക്കൂ, നിങ്ങൾ ടയർ കമ്പനിക്കാരെ വിളിച്ചിരുത്തി ചർച്ച ചെയ്യൂ, വലിയ വിലയ്ക്ക് വാങ്ങിക്കാൻ പറയൂ, ഞങ്ങൾ കൂടി ഇടപെടാൻ നോക്കാം എന്ന് പറയുകയുമായിരുന്നു. ഒരിടപെടലും നാളിതുവരെയും ഈ കേന്ദ്രം നടത്തിയിട്ടേ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിരവധിയായ കരാറുകൾ, ഈ കരാറുകളുടെ എല്ലാം
ദുരന്തവും ദുരിതവും അനുഭവിക്കേണ്ട അവസ്ഥയിലേക്ക് കേരളത്തിലെ കർഷകരെത്തി, അതിനകത്ത് റബ്ബർ കർഷകരും എത്തി നിൽക്കുന്നു. ഒരിക്കലും നന്മ ലഭിക്കാത്ത ഒരു നസ്രത്തായിട്ട് ഒരു കേന്ദ്ര ഗവൺമെൻറ് അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഈ പ്രതിഷേധം കടുപ്പിക്കേണ്ടത് എങ്ങോട്ടേക്കാണ്? നമ്മൾ ഈ കാര്യങ്ങൾ ഉന്നയിക്കേണ്ടത് എവിടേക്കാണ്? അതുകൊണ്ട് നമ്മൾ ഇവിടെ കേരളം ശ്രീ മോൻസ് പറഞ്ഞതുപോലെ നിങ്ങൾ ഇത്രയെങ്കിലും ചെയ്തിട്ട് നമുക്ക് പിന്നെ പറയാം എന്ന് പറയുന്നത്, നമ്മൾ ഇവിടെ ഒരു സീലിംഗ് നിശ്ചയിച്ചിട്ട് പിന്നീട് നമുക്ക് പറയാം എന്നതല്ല വേണ്ടത്. കേന്ദ്രം നമുക്ക് നൽകേണ്ടത് നൽകുക എന്നുള്ളത് തന്നെയാണ്. അക്കാര്യത്തിൽ ഉള്ള ഒരു ഇടപെടലാണ് നമ്മളെല്ലാവരും കൂടി ചേർന്ന് നിന്ന് നടത്തേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്ര സർക്കാർ ഇതിനകത്തെ പ്രധാനപ്പെട്ട കുറ്റവാളിയായിരിക്കുമ്പോൾ നമ്മൾ ഈ സഭയിൽ ഞാൻ വരും അതിലേക്ക്. ഞാൻ 3 മിനിറ്റല്ലേ ആയിട്ടുള്ളൂ, ഞാൻ അതിലേക്ക് വരാം. ഞാൻ അദ്ദേഹം പറഞ്ഞതെല്ലാം കുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേന്ദ്ര ഗവൺമെന്റിനെതിരെ നമ്മൾ ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ ആ നിലപാട് സ്വീകരിക്കുകയല്ലാതെ ഇക്കാര്യത്തിൽ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ ഇല്ല, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ഒന്നിനും ഇപ്പോൾ വരില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്ന് ഞാൻ സൂചിപ്പിച്ചുള്ളൂ. അദ്ദേഹം ഇവിടെ ഞാൻ ലാസ്റ്റിൽ പറയാൻ വെച്ചിരുന്നതാണെങ്കിലും പ്രകടന പത്രിക, LDFിൻ്റെ പ്രകടന പത്രിക, ഞാനത് വായിക്കാം സാർ. റബ്ബറിൻ്റെ റീപ്ലാന്റിംഗ് സബ്സിഡി ഉയർത്തുന്നതിന് കേന്ദ്ര സർക്കാരിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. റബ്ബറിൻ്റെ സംഭരണ വില 250 രൂപയായി ഉയർത്തുന്നതിൽ ഇതിലൊരു ഭാഗം കേന്ദ്ര സർക്കാർ വഹിക്കണമെന്നാവശ്യപ്പെട്ട് ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിനും മുൻകൈയെടുക്കും. 250 രൂപയായി ഉയർത്തുന്നതിന് കേന്ദ്രത്തിൻ്റെ കൂടി സഹായം ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. നമുക്ക് ഇതല്ലാതെ 250 രൂപയാക്കി ഉയർത്തുന്നതിന് കേന്ദ്രത്തിന് സഹായം ആവശ്യമുണ്ട്. കേന്ദ്രത്തിൽ എല്ലാ തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ, അത് ഇതിൻ്റെ വിലവർദ്ധനയുടെ കാര്യത്തിൽ മാത്രമല്ല, റീപ്ലാന്റിങ്ങിൻ്റെ കാര്യത്തിലും ഈ കാര്യങ്ങൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ റബ്ബർ ലാറ്റക്സും റബ്ബർ ഷീറ്റും കാർഷികോൽപ്പന്നമായി പ്രഖ്യാപിക്കുന്നതിന് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തും. റബ്ബർ ഇറക്കുമതി നിയന്ത്രിക്കുന്നതിനുള്ള ഇടപെടൽ നടത്തും. കോട്ടയത്ത് ന്യൂസ് പ്രിന്റ് ഫാക്ടറിയുടെ മിച്ചഭൂമിയിൽ ടയർ ഫാക്ടറി അടക്കമുള്ള റബ്ബർ പാർക്ക് സ്ഥാപിക്കും. ഇതെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് LDFിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ്. ആ റബ്ബർ പാർക്ക് കോട്ടയത്ത് യാഥാർത്ഥ്യമാവുകയാണ്. ഈ വർഷം തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഈ കേന്ദ്രത്തിൻ്റെ സഹായമില്ലാതെ തന്നെ അങ്ങ് പറഞ്ഞ് റബ്ബർ ബോർഡുമായി ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞു. നമുക്ക് ചർച്ചകൾ നടത്തി. ഇപ്പോൾ റബ്ബർ പാർക്ക് സ്ഥാപിക്കുന്നതിന് ആവശ്യമായുള്ള DPR പ്രിപ്പയർ ചെയ്ത് നൽകിയിരിക്കുന്നത് ഈ റബ്ബർ ബോർഡാണ്. അപ്പോഴും റബ്ബർ ബോർഡ് കേരളത്തിലെ റബ്ബർ കൃഷിയോട് കാണിക്കുന്ന, കർഷകരോട് കാണിക്കുന്ന ഒരു നിഷേധാത്മകമായ സമീപനമുണ്ട്. അങ്ങ് പറഞ്ഞ അക്കാര്യത്തിൽ പൂർണ്ണമായി യോജിക്കുകയാണ്. പക്ഷേ എന്നാൽ സംസ്ഥാന സർക്കാർ റബ്ബർ ബോർഡുമായി ചർച്ചകൾ നടത്തുന്നില്ല, അവരുമായി ഒരു ആലോചന നടത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. ഇതിന് DPR പോലും തയ്യാറാക്കി നൽകിയിരിക്കുന്നത് ഈ തരത്തിൽ റബ്ബർ ബോർഡിനെ കൊണ്ട് തയ്യാറാക്കിച്ചാണ് നിൽക്കുന്നില്ല. ഇവിടെ അങ്ങ് പറഞ്ഞു, നമ്മൾ റബ്ബർ പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് സ്കീമിൻ്റെ കാര്യം പറഞ്ഞു. 2015-16 270 കോടി രൂപ നൽകി. അതിനുശേഷം ഈ ഗവൺമെൻറ്റുകൾ വന്നതിന് ശേഷം, LDF ഗവൺമെൻറ് വന്നതിന് ശേഷം 21-22 20 കോടിയും പിന്നെ 58 കോടിയുടെയും കണക്ക് പറഞ്ഞപ്പോൾ ഇത് ഏതാണ്ട് 270 കോടി രൂപ ഒരു ഗവൺമെൻറ് കാലത്ത് കൊടുത്തു. ബാക്കിയുള്ളപ്പോഴെല്ലാം ഏതാണ്ട് വളരെ ചെറിയ പൈസ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് എന്നൊരു ധാരണ പരത്തുന്നതിന് അങ്ങ് ശ്രമിക്കുകയുണ്ടായി. അത് കണക്കിൽ ഒരു ഭാഗം മാത്രം അങ്ങ് വായിച്ച് നിർത്തുകയായിരുന്നു. നാളിതുവരെ 1993 കോടി രൂപ 36 ലക്ഷം രൂപ ഈ ഇനത്തിൽ നമ്മൾ കർഷകർക്ക് നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് അങ്ങ് പറഞ്ഞാൽ 270 കുറച്ചാൽ ബാക്കി എത്ര വരും എന്നൊന്ന് ആലോചിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പരിപാടിയോട്, ഇങ്ങനൊരു സ്കീമിനോട് ഈ ഗവൺമെൻറ്റിന് താല്പര്യക്കുറവായിരുന്നു എങ്കിൽ ഇത്രയും തുക അങ്ങനെ കൊടുക്കുകയായിരുന്നോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ വർഷങ്ങൾ പറയുന്നില്ല. ആ ഗവൺമെൻറ് ഞാൻ പറയാം, 2016-17 ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നു, 410 കോടി രൂപ. 2017-18 225 കോടി രൂപ. 2018-19 358 കോടി രൂപ. 2019-20 218 കോടി രൂപ. 2020-21 269 കോടി രൂപ. 21-22 20 കോടി. 22-23 58. 23-24 ഇപ്പോൾ 161 കോടി 52 ലക്ഷം. ഞാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സംസാരിച്ചോ? ഞാൻ പറഞ്ഞത് ഇത് നമ്മുടെ മുമ്പിലുള്ള കണക്കാണ്. ഈ കണക്കിനകത്ത് ചില കാലങ്ങളിൽ റബ്ബറിൻ്റെ വില ഉയർന്നു നിന്നപ്പോൾ അത്രയും ആവശ്യക്കാർ ഇത് വേണ്ടി വന്നിട്ടുണ്ടാവില്ല. അതാണല്ലോ ഈ തുകയുടെ കുറവുകൾ, അല്ലാതെ കൊടുക്കാതിരുന്നതിൻ്റെ പേരിലല്ല. നമുക്ക് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സംസാരിച്ചോ? അങ്ങ് പറഞ്ഞത് ശരിയാണ്. പെൻഡിങ് ഉണ്ട്, പെൻഡിങ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. നമുക്ക് നേരത്തെ ഇതിനകത്ത് ഇപ്പോഴും റബ്ബർ ബോർഡ് സർട്ടിഫൈ ചെയ്ത് തരുന്ന ബില്ല് ധനകാര്യ വകുപ്പിലേക്ക് എത്തി പരിശോധന കഴിഞ്ഞിട്ട് അതിനനുസരിച്ച് തുക
കൊടുത്ത് തീർക്കുന്ന നിലപാടാണ് ഉള്ളത്. ഈ സ്കീം അങ്ങനെയാണ്, ധനകാര്യ വകുപ്പ് വഴിയാണ് ഇത് നടപ്പിലാക്കുന്നത് അറിയാമല്ലോ. അപ്പോൾ ഇതിനകത്ത് അന്ന് അത് കഴിഞ്ഞ മാൻസാർ അതുകൊണ്ട് അവതരിപ്പിച്ച കാലം മുതൽ അങ്ങനെയാണ് ആ സ്കീം നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം. അതിനനുസരിച്ച് റബ്ബർ ബോർഡ് സാങ്ഷൻ ചെയ്ത് വരുന്ന ബില്ലുകൾ പരിശോധിച്ച് ഈ തുക നൽകുന്ന പദ്ധതിയാണ് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഓരോ സമയത്തും ചിലപ്പോൾ ഒരു നിശ്ചിത സമയത്തേക്കുള്ളൊരു പെൻഡിങ് ഒക്കെ ഉണ്ടാവും. ആ പെൻഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞല്ലോ. കർഷകർക്ക് ഇത് നൽകുന്നതിനുള്ള ഒരു പോർട്ടൽ വെബ്സൈറ്റ് ഇന്നലെയാണ് ഓപ്പൺ ചെയ്തതെന്ന് അതുപോലെ ശരിയല്ല. ഞാനൊരു 3 ദിവസം മുമ്പ് നോക്കുമ്പോൾ അത് ഓപ്പൺ ആയിരുന്നു. എൻ്റെ ഒരു അനുഭവമാണ്, ഇനി എന്താണെന്ന് എനിക്കറിയില്ല. 3 ദിവസം മുമ്പ് അത് ഓപ്പൺ ആയിരുന്നു. ഈ പദ്ധതിயின் കീഴിൽ പുതുതായി രജിസ്റ്റർ ചെയ്യാൻ 3 മാസം കൂടി കർഷകർക്ക് അവസരവും നൽകിയിട്ടുണ്ട്. ഇതിന് ബില്ല് അപ്ലോഡ് ചെയ്യാൻ ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലം വന്നിട്ടുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യുന്നതിനും കുടിശ്ശികയില്ലാതെ സബ്സിഡി തുക വിതരണം ചെയ്യുന്നുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും എന്നുകൂടി അറിയിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. പിന്നീട് ഇവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമുക്ക് മിനിസ്റ്റർ അങ്ങയുടെ സമയം ഒറ്റ സെക്കൻഡ്. NIC എന്നൊരു കമ്പനിക്കാണ് ഈ സൈറ്റിന്റെ ചുമതല നൽകിയിരുന്നത്. അവർക്ക് ഗവൺമെന്റ് കൊടുക്കേണ്ട പണം കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ സൈറ്റ് അവർ ക്ലോസ് ചെയ്തു, ഇത് പ്രതിസന്ധിയിലേക്ക് പോയത്. ഈ വിഷയം ഒന്ന് പരിശോധിക്കുന്നതല്ലാണ്. NIC എന്നുള്ളതൊരു കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണ്. ഈ പറയുന്നതിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തൊരു കാര്യമായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒരു മറുപടിയിലേക്ക് പോകുന്നില്ല. നമുക്കത് പരിശോധിക്കാവുന്നതേ ഉള്ളൂ സാർ. അതുകൊണ്ട് ഈ പറയുന്ന ബില്ലിൻ സാങ്കേതികമായ തകരാറുകൾ ഉള്ളതുണ്ടെങ്കിൽ അതിന് എല്ലാം പരിഹരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. ഇവിടെ അങ്ങ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ റബ്ബർ കൃഷിയുടെ ഒരു വർധന ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ 15-16 ടാപ്പ് ചെയ്യുന്ന റബ്ബറിൻ്റെ ഒരു ഏരിയ 2,96,465 ഹെക്ടർ ആയിരുന്നത് 21-22 3,55,700 ഹെക്ടറായി വർദ്ധിച്ചു. ഉൽപ്പാദനം 4,38,630 ടണ്ണായിരുന്നത് 5,56,600 ടണ്ണായി വർദ്ധിച്ചു. ഞാൻ പറയുന്നത് ഈ പ്രതിസന്ധിക്കിടയിലും ചെയ്തു എന്ന് പറയാൻ മാത്രമല്ല, കാരണം ഈ വർധനവ് വരുന്നതനുസരിച്ചിട്ട് ഇപ്പോൾ 1,17,970 ടണ്ണിൻ്റെ ഉൽപ്പാദന വർധനവ് നിൽക്കുന്നു. ഈ സമയത്ത് തന്നെ അനിയന്ത്രിതമായി റബ്ബർ ഇറക്കുമതി ചെയ്യുകയാണ്. ഞാനത് പറയാനായിട്ടാണ് സൂചിപ്പിച്ചതല്ല. 15-16 4,58,324 ടൺ ഇറക്കുമതി എന്നുള്ളത് 21-22 ആയപ്പോൾ 5,46,361 ടണ്ണായി വർദ്ധിച്ചു. ഇതിൽ 40% ആസിയാൻ കരാറിൻ്റെ ഭാഗമായി തീരുവയില്ലാതെ ഇറക്കുമതി ചെയ്തതാണ്. ഈ പ്രവണതയാണ് പറഞ്ഞത്. ഈ കരാറുകൾ നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചത് എവിടേക്കാണ്? ഞാനൊരു രാഷ്ട്രീയത്തിലേക്ക് എങ്കിലും പോലും നിങ്ങൾ അപ്പുറത്തിരിക്കുന്നവരും പലരും പറഞ്ഞു മനുഷ്യമുഖമില്ലാത്ത അല്ലെങ്കിൽ മനുഷ്യൻ്റെ മുഖം പ്രതിഷ്ഠിക്കേണ്ട, സാധാരണക്കാരൻ്റെ മുഖം പ്രതിഫലിപ്പിക്കേണ്ട കരാറുകളാണ് ഉണ്ടാവേണ്ടതെന്ന് പറഞ്ഞ ആളുകളുണ്ട്. പക്ഷേ UPയുടെ ഗവൺമെൻറ് കാലത്തും പിന്നീട് ഇങ്ങോട്ടും ഈ കേന്ദ്രത്തിൽ ഈ കരാറുകളുമായി തന്നെ മുമ്പോട്ട് പോയതിൻ്റെ ഭാഗമായിട്ട് നമുക്കുണ്ടാകുന്ന പ്രതിസന്ധി ചെറുതല്ല. നമ്മൾ അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യത്തിൽ നമ്മളെ സഹായിച്ചേ മതിയാവുകയുള്ളൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് കേന്ദ്രം സഹായിക്കുന്നതിന് കാത്തു നിൽക്കാതെ കേരളം അങ്ങ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ശരിയായ സമീപനം അല്ല. റബ്ബർ ബോർഡുമായി നമുക്കിതെല്ലാം ചർച്ച ചെയ്യാം. കേരളത്തിൻ്റെ ഈ കാർഷിക മേഖലയെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ എങ്ങനെയെല്ലാം സഹായിക്കാൻ കഴിയും എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ നോക്കുന്നത്. സാർ നമുക്ക് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട്. ആ പ്രയാസങ്ങൾക്കിടയിൽ നിന്നും റബ്ബർ കർഷകരെ സഹായിക്കാൻ കഴിയുന്നത് എന്തെല്ലാം സഹായിക്കാൻ കഴിയുമോ അതെല്ലാം സഹായിക്കുക തന്നെ ചെയ്യും. മറ്റ് വിശദാംശങ്ങളിലേക്ക് ഈ ഒരു സമയത്ത്, പ്രത്യേകിച്ച് ഒരു ബജറ്റ് വരാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് മറ്റു കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് ശരിയല്ല എന്നുള്ളതാണ്. എങ്കിലും ഒരു കാര്യം കൂടി ഈ സഭയുടെ മുമ്പാകെ പറയേണ്ടതുണ്ട്. അത് കേരളത്തിൽ ഇപ്പോൾ ഒരു റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മളൊരു പുതിയ പദ്ധതി, കേരള കാലാവസ്ഥാ പ്രതിരോധ മൂല്യവർദ്ധിത ശൃംഖല നവീകരണ പദ്ധതി, കേര എന്ന ചുരുക്കപ്പേരിട്ടിരിക്കുന്ന ഒരു പദ്ധതി ഈ 2024 ഏപ്രിൽ മുതൽ നടപ്പിലാക്കാൻ തുടങ്ങുകയാണ്. ആ പദ്ധതിക്കകത്ത് നമ്മുടെ കേരളത്തിൻ്റെ റബ്ബർ മേഖലയാണ് ഗൗരവതരമായി കണ്ടിരിക്കുന്നത്. അത് ഈ സഭയുടെ കൂടി അറിവിലേക്കായി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമ്മുടെ റബ്ബർ മേഖലയെ എങ്ങനെയെല്ലാം സഹായിക്കാൻ കഴിയും എന്നുള്ള തരത്തിൽ നോക്കുകയും അതിനനുസരിച്ച് ഉള്ള പരിപാടികൾ ഇതിൻ്റെ ഭാഗമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുകൂടി പറയട്ടെ. ഇവിടെ റബ്ബർ റീപ്ലാന്റിൻ്റെ കാര്യം അങ്ങ് പറയുകയുണ്ടായി. ഒരു വലിയ ബുദ്ധിമുട്ട് നമ്മുടെ കേരളത്തിലെ റബ്ബർ കർഷകർ നേരിടുന്ന ഒരു പ്രശ്നമാണ് റീപ്ലാന്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നൽകുക എന്നുള്ളത്. വരുന്ന ഒരു 5 കൊല്ലക്കാലം കൊണ്ട് കേരളത്തിലെ 30,000 ഹെക്ടർ റബ്ബർ കൃഷി റീപ്ലാന്റ് ചെയ്യുന്നതിനുള്ള സാമ്പത്തിക സഹായം 225 കോടി രൂപ നൽകും എന്ന കാര്യം അറിയിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. 225 കോടി നമുക്ക് ബജറ്റിന് പുറത്താണല്ലോ. ബജറ്റിൽ നമുക്ക് ഇല്ല. കാരണം നമ്മളതുകൊണ്ട് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് ഇതിനകത്ത് ഈ കേര പദ്ധതി വരുമ്പോൾ
2370 കോടി രൂപയുടെ സഹായമാണ് കേരളത്തിൻ്റെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ പോകുന്നത്. അതിൽ റീപ്ലാന്റിങ്ങിന് തന്നെ നമ്മൾ 225 കോടി രൂപ 5 കൊല്ലം കൊണ്ട് സഹായധനം നൽകുന്നതിന് വേണ്ടിയിട്ടുണ്ട്. അതൊരു ഏതാണ്ട് 6 ലക്ഷത്തിലധികം കർഷകർക്ക് ആ ഘട്ടത്തിൽ തന്നെ നേരിട്ട് ഈ സഹായം ലഭ്യമാകുന്ന തരത്തിലേക്ക് എത്തും. 75,000 രൂപയോളം പെർ ഹെക്ടർ എന്നുള്ള തരത്തിലാണ് ഞങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ കർഷകർക്കുള്ള പരിശീലനത്തിനുള്ള സഹായം ഉണ്ടാകും. റബ്ബർ നഴ്സറികൾ, ഏറ്റവും നല്ല തൈകൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നഴ്സറികൾക്ക് സഹായം ചെയ്യാം. 28 നഴ്സറികൾക്ക്, ഒരു നഴ്സറിക്ക് 6 ലക്ഷം രൂപ എന്ന തരത്തിലേക്ക് അത്തരത്തിലൊരു സഹായം അതിനുണ്ട് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് പാർഷ്യൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി സപ്പോർട്ട് എന്നുള്ള തരത്തിൽ ഒരു 100 കോടിയോളം രൂപ അതിനു വേണ്ടിയിട്ട് നീക്കിവെച്ചിരിക്കുന്നത്. അപ്പം റബ്ബർ കൃഷിയും റബ്ബർ കർഷകനെ സഹായിക്കുന്നതിനും അതിൻ്റെ പരിപോഷണത്തിനുമായിട്ടാണ് 300 കോടിയിൽ അധികം രൂപ വരുന്ന ഈ 2024 ഏപ്രിൽ മുതൽ കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളിലൂടെ റബ്ബർ മേഖലയിലേക്ക്, കാർഷിക മേഖലയിലേക്ക് എത്തും എന്നുള്ള പ്രത്യേകതയുണ്ട്. ഇത് സംസ്ഥാന സർക്കാർ മുൻകരുത്താണ്. ഒരു കേന്ദ്ര സഹായവും ഇല്ലാതെയാണ് ഈ കാര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഇത് ഈ പറയുന്ന 2024 ഏപ്രിൽ മുതൽ നടപ്പിലാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുകയല്ല, സംസ്ഥാന സർക്കാർ സാധ്യമാവുന്നിടത്തുനിന്നെല്ലാം സഹായങ്ങൾ ലഭ്യമാക്കി കേരളത്തിലെ കർഷകരെ, റബ്ബർ കർഷകരെയും സഹായിക്കാൻ കഴിയുക എന്നുള്ള നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ റീപ്ലാന്റിങ്ങിന് സാങ്കേതിക സഹായം, വായ്പാധിഷ്ഠിത പുനർനടിയൽ പദ്ധതി, ഇങ്ങനെ കേരളത്തിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ റബ്ബർ കൃഷി വിപുലപ്പെടുത്തിക്കൊണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പരിപാടികൾ കേരളയുടെ ഭാഗമായി ഈ 2024 ഏപ്രിൽ മുതൽ നടപ്പിലാവും. ഇത് ബജറ്റിന് പുറത്തുള്ള കാര്യമാണ് എന്നുകൂടി ഞാൻ പ്രത്യേകം പറയട്ടെ. അതുകൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ് കേരളത്തിലെ റബ്ബർ കർഷകരെ സഹായിക്കാൻ കഴിയുന്ന എല്ലാ നിലപാടുകളും സ്വീകരിക്കും, എല്ലാ നടപടികളും സ്വീകരിക്കും. കർഷകൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഗൗരവത്തിൽ കണ്ടുകൊണ്ട് തന്നെയായിരിക്കും ഈ സർക്കാർ അതിന് പരിഹാരവുമായിട്ട് മുന്നോട്ടേക്ക് പോവുക. വീണ്ടും ഞാൻ പറയുന്നു, നമ്മൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റവാളികളായി നിൽക്കുന്ന കേന്ദ്രത്തിനെതിരായി നമ്മളെല്ലാവരും കൂടി യോജിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ് വേണ്ടത്. അതുകൊണ്ട് ഒരു അടിയന്തര പ്രമേയമല്ല, നമ്മൾ ഒന്നിച്ച് നിന്നുകൊണ്ട് കേന്ദ്രത്തോട് ആവശ്യപ്പെടുക എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചില്ല എങ്കിൽ യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കേന്ദ്രം ചുളിവിൽ രക്ഷപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. കേരളത്തിൽ പോലും നിന്നിട്ട് അവരുടെ ആളുകളിൽ നിന്ന് പറഞ്ഞത് കേരളത്തിൻ്റെ എന്തോ കുഴപ്പം കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത് എന്ന് ഒരു ധാരണ പരത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എന്ന് പറയുന്നത് ഈ സഭയുടെ കാര്യമാണ്. കേരളത്തിലെ നിയമസഭ കേരളത്തിലെ റബ്ബർ കർഷകരോടുള്ള താല്പര്യം കാണിക്കുമ്പോൾ ഈ കേന്ദ്രത്തിനെതിരായി തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കാണിക്കേണ്ടത്. പ്രതിസന്ധികൾക്കിടയിൽ നിന്നിട്ട് കേരളത്തിൻ്റെ റബ്ബർ കർഷകരെ സഹായിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ 300 കോടിയോളം രൂപ ഇപ്പോൾ തന്നെ ചെലവഴിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ് കേരളത്തിലെ ഈ ഗവൺമെൻറ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഇക്കാര്യത്തിൽ കുറ്റവാളികൾ കേന്ദ്രമാണ്. യോജിച്ച് നമ്മൾ പ്രക്ഷോഭത്തിനും സമ്മർദ്ദത്തിനും ഒക്കെയാണ് നമ്മൾ മുതിരേണ്ടത്. അതുകൊണ്ട് ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊരിക്കൽ കൂടി സഭയെ അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിൽ അനുമതി നിഷേധിക്കുന്നു. സർ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സർക്കാരും പ്രതിപക്ഷവും പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ റബ്ബർ കർഷകർ അവരുടെ എക്കാലത്തെയും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ്. സാർ, അവർക്ക് ഒരു റബ്ബർ വിലസ്ഥിരതാ ഫണ്ട് 300 രൂപയാക്കി വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ശ്രീ മോൻസി ജോസഫ് MLA നേതൃത്വത്തിൽ കടുത്തുരുത്തി മുതൽ കോട്ടയം വരെ നടത്തിയ ഒരു മാർച്ചിൽ വലിയ ജനപങ്കാളിത്തവും വലിയ കർഷക പങ്കാളിത്തവും ഉണ്ടായി. ഒരുപാട് റബ്ബർ കർഷകർ പരാതിയുമായി, സങ്കടങ്ങളുമായി ഈ മാർച്ചിന് നേതൃത്വം നൽകിയ, അത് ഉദ്ഘാടനം ചെയ്ത ശ്രീ PJ ജോസഫ് സാറിൻ്റെ അടുത്തേക്കും ഞങ്ങൾ എല്ലാവരുടെ അടുത്തേക്കും വന്നു. വളരെ ദയനീയമായ സ്ഥിതിയാണ്. കേരളത്തിൻ്റെ ഒരു സമ്പദ്ഘടനയിൽ വലിയ നിർണായകമായ പങ്കുവഹിക്കുന്ന ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെയാണ് റബ്ബർ കൃഷി കേരളത്തിൽ നടക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ സമ്പദ്ഘടനയ്ക്ക് കാർഷിക മേഖലയിൽ നിന്നുള്ള ഏറ്റവും വലിയ പിന്തുണയും ഈ റബ്ബർ കർഷകരുടെ ഭാഗത്തു നിന്നായിരുന്നു. നമുക്കറിയാം, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്വാഭാവിക റബ്ബറിൻ്റെ 90% ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലം കേരളമാണ്. നമ്മൾ പണ്ട് റബ്ബർ ബോർഡ് ഉണ്ടായി. ആ റബ്ബർ ബോർഡ് വലിയ ലാർജ് ലെവൽ ഗ്രോവേഴ്സിനും സ്മോൾ ഗ്രോവേഴ്സിനും എല്ലാം ഒരേപോലെ തന്നെ സഹായകരമായ നിലപാടാണ് വർഷങ്ങളായി എടുത്തുകൊണ്ടിരുന്നത്. കേരളത്തിലെ റബ്ബർ കൃഷിക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകിയത് റബ്ബർ ബോർഡാണ്. ശാസ്ത്രീയമായ
കൃഷി നടത്താനും ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനും എല്ലാം റബ്ബർ ബോർഡ് വഹിച്ച പങ്ക് എന്ന് പറയുന്നത് നിസ്തുലമായ പങ്കാണ് വഹിച്ചത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇപ്പോൾ റബ്ബർ ബോർഡ് കേരളത്തിലെ റബ്ബർ കൃഷിക്ക് കൊടുക്കുന്ന പിന്തുണയിൽ നിന്നും പൂർണ്ണമായി പിന്മാറുകയാണ്. റബ്ബർ ഇൻസെൻറ്റീവ് സ്കീം ഉൾപ്പെടെയുള്ള 25 പദ്ധതികളാണ് റബ്ബർ ബോർഡ് നിർത്തലാക്കിയത്, കംപ്ലീറ്റ് ആയിട്ട് നിർത്തലാക്കി. മാത്രമല്ല നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് റബ്ബർ ബോർഡിൻ്റെ പ്രവർത്തനം മാറുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായിട്ടുണ്ട്. റബ്ബർ പല സ്ഥലത്തു നിന്നും റബ്ബർ മരങ്ങൾ വെട്ടിമാറ്റി മറ്റ് വിളകളിലേക്ക് പോകുന്ന ഒരു ട്രെൻഡ് കൂടി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയണം. സർ, ഇവിടെ പറഞ്ഞതുപോലെ ഇതിൻ്റെ അകത്ത് ഒന്നാം പ്രതി കേന്ദ്ര സർക്കാർ തന്നെയാണ്. കാരണം ഇവിടെ ഇറക്കുമതി ഭയങ്കരമായി വർദ്ധിക്കുകയാണ്. നമ്മുടെ ഉൽപ്പാദനത്തിൻ്റെ 83% ഇറക്കുമതിയിലേക്ക് വരികയാണ്. ആ ഇറക്കുമതി കൂടുന്തോറും നമ്മുടെ ഇവിടെയുള്ള വിലയിടിവ് അത് വീണ്ടും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവിക റബ്ബർ മാത്രമല്ല ഇറക്കുമതി ചെയ്യുന്നത്, കാർബൺ ചേർന്ന മിശ്രിതമുള്ള റബ്ബർ കോമ്പൗണ്ട് അതും 1.5 ലക്ഷം മെട്രിക് ടണ്ണാണ് ഈ സമീപകാലത്ത് ഇറക്കുമതി ചെയ്തത്. മാത്രമല്ല റബ്ബറിൻ്റെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റായ ബലൂൺ, റബ്ബർ ബാൻഡ്, ഗ്ലൗസ്, ബാക്കിയുള്ള ഉൽപ്പന്നങ്ങൾ ഇതെല്ലാം ഇറക്കുമതി ചെയ്യുകയാണ്. ഇതെല്ലാം ഇറക്കുമതി ചെയ്യുന്നതോടുകൂടി നമുക്കിവിടെ റബ്ബറിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കൂടി നമുക്ക് ഇല്ലാതായി മാറുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ കപ്പലമ്പിൻ്റെ, ചിരട്ടപ്പാലിൻ്റെ വ്യാപകമായിട്ടുള്ള ഇറക്കുമതി നടത്താനുള്ള നീക്കവും കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാർ, ഇതെല്ലാം കൂടി ആകുമ്പോഴേക്കും റബ്ബറിൻ്റെ വില ഇനിയും താഴേക്ക് പോകുന്ന ഒരു പ്രതിസന്ധിയാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇക്കാര്യത്തിലില്ല. അങ്ങ് ഇവിടെ പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെൻറ് ഇവിടെയുള്ള റബ്ബർ കമ്പനികൾക്ക് നേരിട്ട് ഇറക്കുമതി ചെയ്യാനും ആഫ്രിക്കൻ രാജ്യം ഐവറി കോസ്റ്റിൽ പോയി കൃഷി ചെയ്യാനുള്ള പെർമിഷൻ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായി റബ്ബർ ആ ഉൽപ്പാദക രാജ്യത്തിലെ അംഗമല്ല ഐവറി കോസ്റ്റ്. അതുകൊണ്ട് ഇല താത്തിയിട്ട് ഇവിടെ 10 കൊല്ലം മുമ്പ് 2230 റുപ്യ റബ്ബറിൻ്റെ വില ഉണ്ടാകുമ്പോൾ ടയറിൻ്റെ വില 1000 റുപ്യയുള്ളൂ. ഇപ്പോൾ 140 റുപ്യ റബ്ബറിൻ്റെ വില ഉണ്ടാകുമ്പോൾ ടയറിൻ്റെ വില 5000 റുപ്യ, മാരുതി ടയറിൻ്റെ വില. ഇതിന് കോമ്പറ്റീഷൻ കമ്മിറ്റി അവർക്കൊരു ഫൈനിട്ട് 1600 കോടി റുപ്യ ഫൈനിട്ടു. ആ ഫൈൻ ഇപ്പോൾ കേസിലാണ്. ആ കേസ് തോറ്റു കൊടുക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അത് കേന്ദ്ര ഗവൺമെൻറ് ഈ നിർദ്ദേശത്തിനെതിരായി നമ്മൾ ശക്തമായി അത് ഐവറി കോസ്റ്റിൽ എന്താ വെച്ചാൽ എല്ലാ സമയത്തും റബ്ബർ വെട്ടാം. അവിടെ നിന്നാണ് ഈ റബ്ബർ വരുന്നത് ഇപ്പോൾ. അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണെന്ന് അറിയാം. ഇത് ഈ ഐവറി കോസ്റ്റിൽ പോയി കൃഷി നടത്തി കൊണ്ടുവരുന്നത് മാത്രമല്ല, ഇപ്പോൾ ആത്മ എന്ന് പറഞ്ഞിട്ട് ഈ ടയർ കമ്പനികളെല്ലാം കൂടി ഒരു അസോസിയേഷൻ ഉണ്ടാക്കിയിട്ട് അവർ നോർത്ത് ഈസ്റ്റിൽ പോയി ആയിരക്കണക്കിന് ഏക്കർ സ്ഥലം എടുത്തിട്ട് അവർ കൃഷി ചെയ്യുകയും ചെയ്യുകയാണ്. ഇതെല്ലാം ഉണ്ടാകുമ്പോൾ കോമ്പറ്റീഷൻ കമ്മീഷൻ ഫൈൻ അടിച്ചു കഴിഞ്ഞിട്ട് അത് ഇപ്പോൾ കേസിലാണ്. അവർ കൊടുത്ത പരാതി കോടതിയിൽ പെൻഡിങ് ആണ്. ആ കേസ് പെൻഡിങ് ആണ്. കോമ്പറ്റീഷൻ കമ്മീഷൻ കൊടുത്ത കേസ് പെൻഡിങ് ആണ്. സാർ, ഇതുപോലെയുള്ള നിരവധി പ്രശ്നങ്ങൾ ആണ് ഈ മേഖലയെ ബാധിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശ്രീ മോൻസ് ജോസഫ് സൂചിപ്പിച്ചതുപോലെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ റബ്ബർ വിലസ്ഥിരത ഫണ്ട് കേരളത്തിൽ ഉണ്ടാക്കിയത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. സാർ, അന്ന് ചെയ്ത കാര്യം എന്താണ്? അന്ന് നമുക്ക് വളരെ ഒരു 80 രൂപ 100 രൂപ ഒക്കെ വിലയുള്ള സമയത്താണ് 150 രൂപ റബ്ബർ വിലസ്ഥിരത ഫണ്ട് കൊടുത്തത്. ഇപ്പം എത്രയാണ്? ഇപ്പം 170 രൂപയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ റബ്ബറിൻ്റെ വില 170 രൂപയാണ്, 165 170 രൂപയാണ്. ഈ സമയത്ത് നമ്മൾ കൊടുക്കുന്നത് 170 രൂപ തന്നെയാണ്. അപ്പോൾ ഈ റബ്ബർ വിലസ്ഥിരത ഫണ്ടിൻ്റെ പ്രസക്തി ഇല്ലാതായി. ഉൽപാദന ചെലവ് പോലും ആവില്ല ഈ 170 രൂപയ്ക്ക്. ഇപ്പോൾ ഉൽപാദന ചെലവ് വർദ്ധിച്ചു, വളരെയധികം ഉൽപാദന ചെലവ് വർദ്ധിച്ചു. കാരണം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്നതിനേക്കാൾ വിലയുടെ വ്യത്യാസം ഉണ്ടെങ്കിലും ഉൽപാദന ചെലവ് ഗണ്യമായിട്ട് കൂടി. അന്ന് 85 രൂപ ഉള്ള സമയത്താണ് 150 രൂപ കൊടുത്തിരുന്നത്. ഇപ്പം 170 രൂപ വിലയുള്ള സമയത്ത് ഇത് തന്നെയാണ് കൊടുക്കുന്നത്. ഈ 8 വർഷം കൊണ്ടുണ്ടായിരിക്കുന്ന വ്യത്യാസം വളരെ വലുതാണ്. അപ്പോൾ 170 രൂപ എന്ന് പറയുന്നത് ഇപ്പോൾ കൊടുക്കുന്നതിന് കൊണ്ട് ഒരു പ്രസക്തിയും ഇല്ലാത്ത നിലയിലേക്ക് വന്നിരിക്കുന്നു. സാർ, അത് വർദ്ധിപ്പിക്കണം, 300 രൂപയാക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട്. അത് വേണ്ട, നിങ്ങൾ പ്രഖ്യാപിച്ച് 250 രൂപ കൊടുത്താൽ മതി. അത് കൊടുക്കണ്ടേ? അത് വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണ്ടേ? അങ്ങ് പറഞ്ഞതുപോലെ ആദ്യത്തെ വർഷങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പൈസ. പിന്നെ കൊടുത്തത് 2021-22 20 കോടി രൂപയാണ് കൊടുത്തത്.
ഈ കഴിഞ്ഞ വർഷം കൊടുത്തത് 58 കോടി രൂപയാണ് കൊടുത്തത്. സർ, ആളുകൾ അപ്ലൈ ചെയ്യാനിട്ടല്ല. കഴിഞ്ഞ വർഷം 8.5 ലക്ഷം പേര് അപ്ലൈ ചെയ്തു ഇല്ലേ? ഈ ബില്ല് അപ്ലോഡ് ചെയ്തു 8.5 ലക്ഷം പേർ. ഈ പ്രാവശ്യം 32,000 പേരെ ചെയ്തിട്ടുള്ളൂ. കാരണം എന്താ? വെബ്സൈറ്റ് ഉണ്ടായിരുന്നില്ല, വെബ്സൈറ്റ് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം 8.5 ലക്ഷം റബ്ബർ കർഷകർ അവരുടെ ബില്ല് അപ്ലോഡ് ചെയ്ത സ്ഥലത്ത് ഈ വർഷം 32,000 പേർക്കേ പറ്റിയുള്ളൂ. ഇതുപോലത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്കീമിൽ ഇത്രയും ദിവസം എന്തുകൊണ്ടാണ് വെബ്സൈറ്റ് ക്ലോസ് ആയി കിടന്ന് കർഷകർ വിചാരിച്ചിരിക്കുന്നത് സർക്കാർ മനഃപൂർവ്വം പൈസ കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഡിലേ ചെയ്യിപ്പിക്കുന്നത് തന്നെയാണ്. മാർച്ച് മാസത്തിൽ മുതലുള്ള കാര്യങ്ങൾ പെൻഡിങ് ആണ്. ഈ ബില്ലിൻ്റെ ഈ പ്രൊസീജിയർ അങ്ങ് പറഞ്ഞ റബ്ബർ ബോർഡ് സർട്ടിഫൈ ചെയ്ത് ധനകാര്യ വകുപ്പിൽ പോയി വരാൻ മാർച്ച് മുതലുള്ള പ്രതിസന്ധി. പൈസ ഇല്ലാത്തതാണ് നിങ്ങൾ കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ കൊടുക്കുന്നില്ല, അത് പെൻഡിങ് ആണ്. ഈ പണം പോലും, ഈ തുച്ഛമായ ഈ പണം പോലും കൊടുക്കാൻ സർക്കാരിനെ കൊണ്ട് കഴിയുന്നില്ല. അതല്ലേ യാഥാർത്ഥ്യം? സാർ, നമുക്കിതിനകത്ത് പല വഴികളുമുണ്ട്. എന്തുകൊണ്ടാണ് ഞങ്ങൾ 300 രൂപ എന്ന് പറഞ്ഞത്? 300 രൂപ എന്ന് പറയാൻ കാര്യം ശ്രീ മോൻസി ജോസഫ് ഇവിടെ വിശദീകരിച്ച പോലെ 2006 MS സ്വാമിനാഥൻ കമ്മീഷൻ്റെ ഒരു റിപ്പോർട്ടുണ്ട്. അതിലാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഫോർമുല അദ്ദേഹം കൊണ്ടുവന്നത്. അത് C2 + 50% എന്നുള്ള ഫോർമുലയാണ്. C2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഇമ്പോർട്ടഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, എത്രയാണ് മൂലധനം ഇതിനു വേണ്ടി മുടക്കുന്നത്, കൃഷി ചെയ്യുന്ന ഭൂമിയുടെ തറവാടക കണക്കാക്കുക, പിന്നെ അവിടെ കർഷകൻ ചെലവാക്കുന്ന പണം, ഇപ്പോൾ വിത്ത് വേണം, വളം വേണം, റെയിൻ ഗാർഡ് വേണം, ഒരുപാട് സംവിധാനങ്ങൾ വേണം. അതുകൂടാതെ ഈ കർഷകനും കുടുംബാംഗങ്ങളും ജോലി ചെയ്യാണ്, ഇത് ഷീറ്റാക്കി ഉണക്കി ഇത് ചെയ്യുകയാണ്. അപ്പോൾ ആ കർഷകനും കർഷകൻ്റെ കുടുംബാംഗങ്ങൾക്കും അവർക്ക് ചെയ്യുന്ന തൊഴിലിനുള്ള കൂലി, ഇതാണ് C2. അതോടൊപ്പം 50% കൂടി ചേർത്തിട്ടാണ് MSP നിശ്ചയിക്കേണ്ടതെന്നാണ് MS സ്വാമിനാഥൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. അത് വെച്ച് ഇപ്പോഴത്തെ റബ്ബറിൻ്റെ C2 + 50% എന്ന് പറഞ്ഞാൽ 300 രൂപയാകും. അതുകൊണ്ടാണ് ഞങ്ങൾ 300 രൂപ ഡിമാൻഡ് ചെയ്തത്. ഈ C2 + 50% ഫോർമുല വെച്ചുകൊണ്ടാണ് UDF പ്രതിപക്ഷം ഇത് 300 രൂപയാക്കി വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെടുന്നത്. സാർ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഇവിടെ ഗാഡ് കരാറിനെക്കുറിച്ചും കരാറുകളെക്കുറിച്ച് പറഞ്ഞു. ഈ ഗാഡ് കരാറിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലോസ് ഉണ്ട്, 19(1)A ആണ്. 19(1)A എന്ന് പറയുന്നത് സേഫ് ഗാർഡ് ഡ്യൂട്ടിയാണ്. അതായത് ഇതുകൊണ്ട് ഈ ഇറക്കുമതി കൊണ്ട് ഏതെങ്കിലും ഒരു രാജ്യത്തിന്, ഏതെങ്കിലും ഒരു പ്രദേശത്തിന്, ഒരു കൃഷിക്ക് വരുമാന നഷ്ടം, തൊഴിൽ നഷ്ടം, സാമ്പത്തിക പ്രതിസന്ധി ഇതുണ്ടായാൽ ആ ഇമ്പോർട്ട് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലോസാണ്. സർ, അത് പറയുന്നത് ടു പ്രൊവൈഡ് affected industries time to adjust to competition. Article 19 of GATT provides that where, as a result of tariff reductions, a country finds that a product is being imported in such increased quantities and under such conditions as to cause or threaten serious injury to domestic producers, it can impose safeguard measures to restrict such imports ഫോർ ടെമ്പററി പീരിയഡ്സ്. അതായത് ഉൽപ്പാദനത്തിൻ്റെ 83% ഇറക്കുമതി ചെയ്യാൻ. ഇറക്കുമതി ചെയ്യുമ്പോൾ ആ ഇറക്കുമതി ഉണ്ടാക്കിയിരിക്കുന്ന, ഈ കാർഷിക മേഖലയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്ന വരുമാന നഷ്ടം, തൊഴിൽ നഷ്ടം, സാമ്പത്തിക പ്രതിസന്ധി ഇതെല്ലാം കണക്കാക്കി അത് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തി കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് ഈ ആർട്ടിക്കിൾ 19(1)A അത് അവൈൽ ചെയ്യിപ്പിച്ച് ഈ ഇറക്കുമതി 8 വർഷക്കാലം മുതൽ 10 വർഷക്കാലം വരെ നിർത്തിവെക്കാൻ കഴിയുന്നൊരു പ്രൊവിഷനുണ്ട്. എൻ്റെ അഭ്യർത്ഥന, സംസ്ഥാന ഗവൺമെൻറ് ഇവിടുത്തെ WTO സെല്ല് വഴി, അതുപോലെ ഡയറക്ടർ ജനറൽ ഫോർ ട്രേഡ് റെമഡി എന്ന് പറയുന്നൊരു പൊസിഷനുണ്ട് ഡൽഹിയിൽ, അവർ വഴിയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഈ ഗാഡ് കരാറിൻ്റെ സേഫ് ഗാർഡ് ഡ്യൂട്ടി ഉപയോഗിച്ച് ഈ ഇറക്കുമതി കുറേ കാലത്തേക്ക് നിർത്തിവെക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഗവൺമെൻറ്റിനെ ഇനിഷ്യേറ്റീവ് എടുക്കാൻ പറ്റുള്ളൂ. സംസ്ഥാന ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ പ്രോപ്പർ ചാനലിൽ കൂടി പോയി കേന്ദ്ര ഗവൺമെൻറ്റിൽ സമ്മർദ്ദം, ഞങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാവും. അത് ചെയ്ത് ഈ ഗാഡ് കരാറിൻ്റെ ഈ സേഫ് ഗാർഡ് ഡ്യൂട്ടി എന്നുള്ള പ്രൊവിഷൻ വഴി ഇത് ഇറക്കുമതി നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. സർ, ഇവിടെ സർക്കാർ ഈ 170 രൂപയിൽ തന്നെ നിൽക്കുകയാണ്. ഒരു പുതിയ പദ്ധതിയും ഈ റബ്ബർ കർഷകരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. 170 രൂപ പോലും കൊടുക്കാൻ കഴിയാത്ത ദയനീയമായ അവസ്ഥയാണ്. കഴിഞ്ഞ മാർച്ച് മുതലുള്ള പേയ്മെൻറ്റ് മുഴുവൻ കിടക്കുകയാണ്. ഈ
ചിലപ്പോൾ ഇന്നലെയാണോ 3 ദിവസം മുമ്പാണോ എന്നുള്ള തർക്കത്തിലേക്ക് ഞാനില്ല. എന്തായാലും മാസങ്ങളായി ഇതിൻ്റെ വെബ്സൈറ്റ് ക്ലോസ്ഡ് ആയിരുന്നു. 32,000 പേരാണ് ഈ പ്രാവശ്യം അപേക്ഷിക്കാൻ പറ്റിയത്. കഴിഞ്ഞ പ്രാവശ്യം 8.5 ലക്ഷം പേര് അപേക്ഷിച്ചത്. അപ്പോൾ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് പറയുമ്പോഴും ഈ വർഷം അങ്ങ് പറയുമ്പോൾ ഈ വർഷം വേണ്ട ഒന്നും കൊടുത്തില്ല എന്നുള്ളൊരു ധ്വനി പോലെ വരുന്നുണ്ട്. അത് ശരിയല്ല. ഈ 2023-24 ഇതിനോടകം തന്നെ 161,52 രൂപ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. കുടിശ്ശികയില്ല ഞാൻ പറയുന്നില്ല, 161 കോടി രൂപ കൊടുത്തിട്ടുണ്ട് എന്ന കാര്യം കൂടി. അതുകൊണ്ട് ഒരു പൈസയും കൊടുക്കാതെ പെൻഡിങ്ങിൽ വെച്ചിരിക്കല്ല എന്നുകൂടിയാണ്. ഭീമമായ കുടിശ്ശികയുണ്ട്. മാർച്ച് മുതൽ പെൻഡിങ് ആണ്, ബില്ലുകൾ പെൻഡിങ് ആണ്. കർഷകരുടെ പരാതികളാണ്. ഞങ്ങളുടെ കയ്യിലേക്ക് ഒരു കെട്ട് പരാതികളുണ്ട്, അയച്ചിരിക്കുന്ന പരാതികളുണ്ട് വ്യാപകമായി. അങ്ങ് ഇവിടെ തന്നിരിക്കുന്ന ഉത്തരം നോക്കി തന്നെയാണ് ഞാൻ നേരത്തെ വായിച്ചത്. അങ്ങ് വായിച്ച അതേ ഇവിടെ തന്നിരിക്കുന്ന ഉത്തരം തന്നെയാണ് ഞാനിവിടെ വായിച്ചത്. കാരണം പണം 500 കോടിയും 600 കോടിയും നിങ്ങൾ നീക്കിവെച്ചെന്ന് നിങ്ങൾ ബജറ്റിൽ പ്രഖ്യാപിക്കുക. 600 കോടി നീക്കിവെച്ച സ്ഥലത്താണ് ഈ പറഞ്ഞ 161 കോടി കൊടുത്തത്. 500 കോടി നീക്കിവെച്ച സ്ഥലത്താണ് നിങ്ങൾ 20 കോടി കൊടുത്തത് കഴിഞ്ഞ കൊല്ലം. 20 കോടിയാണ് കൊടുത്തത് കഴിഞ്ഞ വർഷം. അപ്പോൾ റബ്ബർ കർഷകരോടുള്ള അവഗണന കേന്ദ്രത്തിൻ്റെ ആണ്, 1-ാം പ്രതി കേന്ദ്രമാണ് എന്ന് സംഭവിക്കുമ്പോൾ തന്നെ കേരളം ഈ തറവില റബ്ബർ വിലസ്ഥിരത ഫണ്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാത്തതിൽ ശക്തിയായി ഞങ്ങൾ പ്രതിഷേധിക്കുന്നു. മാത്രമല്ല, ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന ഈ ഘട്ടത്തിൽ റബ്ബർ കർഷകരെ താങ്ങി നിർത്താനുള്ള ഒരു നടപടിയും ഒരു പരിപാടിയും സർക്കാരിൻ്റെ മുമ്പിൽ ഇല്ലാത്തതിലും ഞങ്ങൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യും. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് സാർ ഇന്ന് ഈ അടിയന്തര പ്രമേയമായി വന്നിരിക്കുന്നത്. നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആശ്രയിച്ചാണ് പ്രധാനമായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിന് ഈ കേരളത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല, രാഷ്ട്രീയ താല്പര്യമില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇവിടുത്തെ റബ്ബർ കർഷകരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വിചാരിച്ചാൽ സാധിക്കും. ഇവിടെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ച ക്ലോസ് ഉണ്ട്. ഇമ്പോർട്ട് നടക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇമ്പോർട്ട് ആഭ്യന്തര ഉൽപ്പാദകരെ സീരിയസ് ആയിട്ട് ബാധിക്കുന്നു എങ്കിൽ ഇൻ്റർഫിയർ ചെയ്യാനുള്ള വകുപ്പുകളൊക്കെ ഉണ്ട്. ഒരു മിനിമം പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് കരുതിയാൽ സാധിക്കും. പക്ഷേ അതിന് പകരം ചെയ്യുന്നത് ഇവിടെയുള്ള കൃഷി നോർത്ത് ഈസ്റ്റ്ക്കോ വേറെ എവിടേക്കെങ്കിലും പോയി അവിടെ ഉണ്ടായിക്കോട്ടെ എന്നുള്ള ഒരു സമീപനമാണ്. ഇവിടെ ഉള്ള കൃഷി ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യിപ്പിക്കാനല്ലാതെ ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന യാതൊരു ഇനിഷ്യേറ്റീവും ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യുന്നില്ല. പൊതുവിൽ തന്നെ ഇന്ത്യയിലെ കർഷകരോട് കേന്ദ്ര ഗവൺമെൻറ്റിനൊരു സമീപനമുണ്ട്. വൻകിടക്കാരും അതുപോലെ തന്നെ വ്യവസായികളെയൊക്കെ അവർ കാണുന്നേ ഉള്ളൂ ഇപ്പോൾ. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ വ്യാപകമായി ഇല്ലാത്തൊരു കേരളത്തിൽ വളരെ കൂടുതലുള്ള ഈ റബ്ബർ കൃഷിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രയോറിറ്റിയിലേ വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നിനൊന്ന് വില താവുകയാണ്. അതുമാത്രമല്ല, റബ്ബർ കൃഷി ഉൽപ്പാദന ചെലവ് വർദ്ധിച്ച് സാധിക്കാതെ ആയി വരികയാണ്. നമുക്ക് അനുഭവത്തിൽ തന്നെ പറയാൻ സാധിക്കും, ഓരോ വർഷം കഴിയുന്നിടത്തോളം റബ്ബർ കൃഷി എന്ന് പറയുന്നത് കൊണ്ടുനടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തകരുന്നത് കൃഷിക്കാർ, അതുപോലെ തന്നെ തകരുന്നത് നമ്മുടെ എക്കണോമിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കേരളം ഉൽപ്പാദന രംഗത്ത്, വ്യവസായ രംഗത്ത്, അതുപോലെ തന്നെ ആളോഹരി വരുമാനത്തിൽ ഒക്കെ പിറകിൽ നിൽക്കുമ്പോഴും ചില ശക്തമായ മേഖല നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ കാഷ്യൂ അതുപോലെ തന്നെയാണ്. കാഷ്യൂ ഇപ്പോൾ ഒക്കെ ഇവിടുത്തെ ഇൻഡസ്ട്രി മാറിപ്പോയി. അത് ട്രഡീഷണലായിട്ട് ഉണ്ടായിരിക്കുന്ന ശക്തി നമുക്ക് കുറഞ്ഞു വരികയാണ്. റബ്ബറിനെ സംബന്ധിച്ചും അത് തന്നെയാണ്. സംസ്ഥാന ഗവൺമെൻറ്റും ഈ കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ടയർ വ്യവസായികളുടെ യോഗം വിളിച്ചു കൂട്ടുകയും ഒരു ദിവസം മുഴുവൻ ഈ വിഷയം ചർച്ച ചെയ്യാം. ഇപ്പോൾ ശ്രീ കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ ഇവിടെ പറഞ്ഞതുപോലെ ടയറിൻ്റെ വില എവിടെയോ കിടക്കുകയാണ്. അപ്പോൾ ടയർ വില വളരെ കൂടി ടയർ ഉൽപ്പാദകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രോഡക്റ്റിന് വിലയുണ്ട്. പക്ഷേ അത് നിലനിർത്തുന്ന റബ്ബർ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റു മാർഗ്ഗങ്ങളുണ്ട്, എളുപ്പം കിട്ടാനുള്ള മാർഗ്ഗങ്ങൾ നോക്കുകയാണ്. അപ്പോൾ കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനം ഇവിടെ
ഇൻ്റർഫിയർ ചെയ്യേണ്ട വലിയ സംഭവമുണ്ട്. നമുക്കാവുന്നത്ര നമ്മൾ സഹായിക്കണം. അതുപോലെ തന്നെ ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥ അതിനെതിരായി നമ്മൾ ഇടപെടുകയും വേണം, ശ്രദ്ധിക്കുകയും വേണം. ഇത് രണ്ടും ആവശ്യമാണ്. ഇവിടെ താങ്ങുവില ഇപ്പോൾ ഇത് നാമമാത്രമാണ്, അത് തന്നെ നേരാവണ്ണം കൊടുക്കുന്നില്ല എന്നുള്ള സ്ഥിതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കേരള ഗവൺമെൻറ്റും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒരുപാട് പിറകിലാണ്, അനാസ്ഥ ഉണ്ട്. അതാണ് ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞത്. അത് ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടി ഒപ്പം. യെസ് സർ, ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ഒന്നാം പ്രതി കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ്. സർ, വിലസ്ഥിരതാ ഫണ്ട് ഏർപ്പെടുമ്പോൾ അന്ന് റബ്ബറിൻ്റെ വില 80 രൂപയുള്ളൂ. 150 രൂപയായി ഫിക്സ് ചെയ്യുമ്പോൾ എത്രയാണ് ഗവൺമെൻറ്റിന് വരുന്ന നഷ്ടം? 70 രൂപ കൃഷിക്കാർക്ക് കൊടുത്തുകൊണ്ടാണ്. ആ വ്യത്യാസം കണക്കിലെടുത്താൽ സാർ ഇപ്പോൾ ചുരുങ്ങിയത് 250 രൂപയെങ്കിലും ആക്കേണ്ടതല്ലേ? അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് അവഗണനയ്ക്കെതിരെ ശക്തമായ നീക്കം നടത്തണം. റബ്ബർ കൃഷി ഇവിടുന്ന് മാറ്റി നോർത്ത് ഈസ്റ്റിലേക്ക് ആക്കാനുള്ള രീതിയിലുള്ള സബ്സിഡി കൊടുക്കുന്നു, നമ്മുടെ സബ്സിഡികൾ വെട്ടിച്ചുരുക്കുന്നു. ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒറ്റക്കെട്ടായി നീങ്ങണം. അതോടൊപ്പം ഈ വിലസ്ഥിരതാ ഫണ്ട് ചുരുങ്ങിയത് 300 രൂപ ആക്കണം. അത് ഉൽപ്പാദന ചെലവിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 300 രൂപ ആക്കേണ്ടതാണ്. ചുരുങ്ങിയത് 250 രൂപയെങ്കിലും ആക്കിക്കൊണ്ട് ഈ പ്രതിസന്ധിക്ക്, കാരണം ഉള്ള പൈസ കൊടുക്കുകയും ചെയ്യണം. വെബ്സൈറ്റ് ക്ലോസ് ചെയ്തുകൊണ്ട് കിട്ടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അത്തരം നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച്, ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഞാൻ എൻ്റെ കക്ഷിയും കോട്ടുണ്ട്. സർ, കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം നോക്കി റബ്ബറിൻ്റെ താങ്ങുവില വർദ്ധിപ്പിക്കാമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ഈ അടുത്ത കാലങ്ങളിലൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. സർ, ഇവിടെ കർഷകർ പ്രതിസന്ധിയിലായ സന്ദർഭത്തിലാണ് അന്നത്തെ UDF ഗവൺമെൻറ് 150 രൂപ എന്ന വില നിർണ്ണയിക്കാനും അത് വളരെ വലിയൊരു ചുവടുവെപ്പായിരുന്നു. അന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായമോ അതിൻ്റെ സന്ദർഭവും നോക്കിയിരിക്കുകയല്ല ഉണ്ടായത്. സാർ, ഇവിടെ ഇന്നത്തെ സാഹചര്യം എന്ന് പറയുമ്പോൾ 170 രൂപ എന്ന് പറയുന്നത് ഉൽപ്പാദന ചെലവ് വളരെ വർദ്ധിച്ചു എന്നുള്ളത് അങ്ങേക്ക് തന്നെ അറിവുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ അത് 300 രൂപയായിട്ടെങ്കിലും അത് വർദ്ധിപ്പിക്കുക എന്നത് അനിവാര്യമായ ഒന്നാണ്. അല്ലെങ്കിൽ കർഷകർ ഇന്ന് റബ്ബർ കൃഷിയിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങുന്ന സാഹചര്യമാണ്. പല പ്രദേശങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ കാർഷിക കുടുംബങ്ങൾ നേരിടുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിസന്ധി വിലക്കയറ്റത്തിൻ്റെ സന്ദർഭത്തിലും ഒക്കെ അതിനേക്കാൾ ഈ രൂക്ഷത കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗവൺമെൻറ് ഇതിനകത്ത് അടിയന്തരമായ ഇടപെടൽ നടത്തി ഈ തുക വർദ്ധിപ്പിക്കുവാനുള്ള 300 രൂപയായിട്ടെങ്കിലും വർദ്ധിപ്പിക്കുവാനുള്ള അടിയന്തര നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കണം. പിന്നെ ഈ വെബ്സൈറ്റൊക്കെ തടഞ്ഞു വെക്കുക എന്നുള്ളത് അത് സാങ്കേതിക വിഷയമാണോ, അത് മനഃപൂർവ്വമാണോ എന്നുള്ളതാണ്. സാങ്കേതിക വിഷയമാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് ബോധപൂർവ്വം തടഞ്ഞു വെക്കുന്ന സാഹചര്യമാണ്. കർഷകർ അതിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്ത നിലയിൽ ഇപ്പോഴാണ് ഏതാനും കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാൻ മാസങ്ങളോളം അത് അടഞ്ഞു കിടന്നു എന്നുള്ളത്. അതൊരു അന്വേഷണത്തിന് വിധേയമാക്കണം. എന്തുകൊണ്ടത്? അല്ലെങ്കിൽ ബോധപൂർവ്വമാണോ, മനഃപൂർവ്വമാണോ ഇത് കർഷകർ രജിസ്റ്റർ ചെയ്യാതിരിക്കാൻ? സാർ, എന്തായാലും ഇതൊരു വലിയ പ്രതിസന്ധി ഇന്ന് ഈ റബ്ബർ കാർഷിക മേഖലയിൽ ഉടലെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അത് ഗവൺമെൻറ് ഇടപെടൽ ഉണ്ടാവാത്തതിൽ പ്രതിഷേധിച്ച് ഞാൻ വാക്കൗട്ട് ചെയ്യുകയാണ്. യെസ് സർ, റബ്ബർ പോലുള്ള ദീർഘകാല വിളകൾ കൃഷി ചെയ്യാൻ ഇറങ്ങുന്ന കർഷകർക്ക് വില സ്ഥിരത ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർ ഒരു ജീവിതം കൊണ്ട് അധ്വാനിച്ച് നേടുന്നതെല്ലാം പണവും ഉൾപ്പെടെ വൃഥാവിലാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. കടുത്ത പ്രതിസന്ധിയിലായിരിക്കുന്ന റബ്ബർ കർഷകരുടെ പ്രശ്നം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് വാക്കൗട്ട് നടത്തും. യെസ്, ഓർഡർ.